നമസ്കാരം. സാക്ഷാൽ ദേവാദിദേവനാണ് മഹാദേവൻ. മഹാദേവൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടതാണ് അവർ എത്രയേറെ സുഹൃതികളായ, ഭാഗ്യം അനുഭവിക്കാൻ യോഗം തെളിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന കാര്യം. ശിവയോഗം അനുഭവത്തിൽ വന്നിരിക്കുന്ന 15 നക്ഷത്രക്കാരുണ്ട്. ശിവയോഗം അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടാക്ഷമായിട്ട് വന്നു ചേരുന്ന യോഗമാണ് ശിവയോഗം. ഇത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പലവിധ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി പലവിധ മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ശിവഭഗവാന്റെ അനുഗ്രഹവും ഒപ്പം ചന്ദ്രദേവൻ്റെ ശക്തമായ സ്വാധീനവും ഇവിടെ 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ശുഭയോഗം വളരെയധികം പ്രയോജനമായിരിക്കും 15 നക്ഷത്രക്കാർക്ക് നൽകുന്നത്. സന്തോഷകരമായ ധാരാളം മാറ്റങ്ങൾ ഈ 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. വിജയം വന്നു ചേരുന്നതാണ്. അനുകൂല നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും. ബിസിനസ്സിൽ ഉയർച്ച, ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മോചനം, ഉത്തമ വിവാഹ യോഗം, സന്തോഷം, കാര്യവിജയം, കർമ്മ വിജയം, പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലം തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങളാണ് ഇവിടെ ശിവയോഗം പ്രദാനം ചെയ്യുന്നത്. കൂടാതെ നഷ്ടപ്പെട്ടുപോയി എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന ധനം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം ശിവയോഗം നിമിത്തം സിദ്ധിക്കുന്നതാണ്. ഇരട്ടി വരുമാന ലബ്ധി, സാമ്പത്തിക നേട്ടം എന്നിവയൊക്കെയും ശിവയോഗം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായി ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. ചൊവ്വ പ്രീതിയാണ് ആദ്യമായി വരുത്തേണ്ടത്. അതായത് ചൊവ്വാഴ്ച ദിവസം വ്രതമെടുക്കണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. കൂടാതെ ചൊവ്വാഴ്ച ദിനങ്ങളിൽ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കേണ്ടത്. അതായത് അന്നേ ദിവസം വ്രതമെടുക്കുന്നതും ഉപ്പ് ചേർക്കാത്തതായ ഭക്ഷണം കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. ഉപ്പ് ചേർത്ത ഭക്ഷണങ്ങൾ അന്നേ ദിവസം ഒഴിവാക്കണം. ചൊവ്വാഴ്ച വ്രതമെടുക്കണം. അപ്പോൾ ഇതുവഴി ചൊവ്വയുടെ പ്രീതി നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇനി മഹാദേവൻ്റെ പ്രീതി എത്തിച്ചേരാനായിട്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഉത്തമമാണ്. വെളുത്ത വസ്ത്രം, പാല് എന്നിവ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് മറ്റൊരാൾക്ക് നൽകാൻ പാടില്ല. അപ്പോൾ നക്ഷത്രങ്ങൾ ഏതാണെന്ന് പിന്നീട് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ പറയാൻ പോകുന്ന 15 നക്ഷത്രക്കാരും മാതാവുമായിട്ട് ഒരു വിധത്തിലുള്ള വഴക്ക്, പ്രശ്നങ്ങൾ ഒന്നും തന്നെ പാടുള്ളതല്ല. ആരുമായിട്ടും തർക്കം പാടില്ല, പ്രത്യേകിച്ച് മാതാവുമായിട്ടും. കൂടാതെ അന്നേ ദിവസം കുടുംബക്ഷേത്രം അടുത്തുള്ള ആളുകളാണെങ്കിൽ അവിടെ ദർശനം നടത്തേണ്ടതാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവിടെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 രൂപ നാണയം തലയ്ക്കുഴിഞ്ഞ് മാറ്റിവെച്ച് പിന്നീട് പോകുമ്പോൾ ആ നടയിൽ സമർപ്പിച്ചാൽ മതിയാകും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാപ്രീതിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതുകൂടാതെ മഹാദേവനെ പ്രീതിപ്പെടുത്താനായി തിങ്കളാഴ്ച ദിവസം പഞ്ചസാര ഒഴിവാക്കുന്നതും, അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഉച്ചമയക്കമൊക്കെ ഒഴിവാക്കുക. മഹാദേവൻ്റെ പ്രീതി നിങ്ങളിൽ ധാരാളമായി എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പറഞ്ഞ ശിവയോഗത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളും 15 നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ആ നക്ഷത്രങ്ങളിലേക്ക് നോക്കാം. ഇടവം രാശിയാണ് ആദ്യമായി. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് പലവിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭാഗ്യം ഇരട്ടിയാകുന്നതാണ്. വിജയം എല്ലാ തരത്തിലും നിങ്ങളെ വളരെയേറെ സ്വാധീനിക്കും. സമ്പത്ത് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. സ്വത്ത് സമ്പാദനത്തിന് പല മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയപ്പെടുന്നതാണ്. പലപ്പോഴും ഏത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും തടസ്സങ്ങൾ നേരിട്ടിരുന്ന നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി അനുകൂല നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള പല മാർഗങ്ങളും, പോസിറ്റീവായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയങ്ങൾ കൂടിയാണ് ശിവയോഗം നിമിത്തം ഒരു വ്യക്തിക്ക് വന്നു ചേരുന്നത്. അതിലാദ്യത്തെ രാശിയായിട്ടുള്ളത് ഇടവം രാശിയാണ്. ഇനി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും അനുകൂലമായ മാറ്റങ്ങളും ഭാഗ്യവും തേടിയെത്തുന്നതാണ്.
സാമ്പത്തികമായി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. ബിസിനസ് സംബന്ധമായി മാറ്റങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ്. ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മാറ്റമുണ്ടാകും. പരിഹാരം കണ്ടെത്താനായി സാധിക്കുന്നതാണ്. നിലവിൽ ചില അസുഖങ്ങളൊക്കെ എന്താണ് ഏതാണെന്നറിയാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നവരുണ്ടാകും. അവർക്ക് കൂടി ഇവിടെ ശിവയോഗം നിമിത്തം വളരെ മാറ്റങ്ങൾ വന്നു ചേരും. വിവാഹ യോഗത്തിനുള്ള സമയം തെളിഞ്ഞിരിക്കുന്നുണ്ട്. പരിഹാരങ്ങൾ കണ്ടെത്താതെ പലവിധ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതായത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ വലഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇവിടെ ശിവയോഗം നിമിത്തം സന്തോഷകരമായ ഒരു അന്തരീക്ഷം കൂടി തുടങ്ങുകയാണ്. അപ്പോൾ നാളെ മുതൽ തുടങ്ങുന്ന 7 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നിർണായകമാണ്. കൂടാതെ മഹാദേവൻ്റെ കൃപ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ ചൊവ്വാപ്രീതി വരുത്തുകയും തിങ്കളാഴ്ച ദിനങ്ങളിൽ വ്രതമെടുത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്ക് ഭാഗ്യം തുടങ്ങുന്നതാണ്. ജോലിയിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് സന്തുഷ്ടി ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥർ നിമിത്തം പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോ ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ള ചില ശാസനകളൊക്കെ നേടിക്കൊണ്ടിരുന്ന ആളുകൾക്കും ഇവിടെ മാറ്റമുണ്ടാകുന്നതാണ്. പുതിയ ചില ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ്. അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് കർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. ശുഭകരമായ സമയമാണ് ശിവയോഗം നിമിത്തം വന്നു ചേരുന്നത്. മഹാദേവനെ പ്രീതിപ്പെടുത്തുക, മഹാദേവൻ്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക, അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക, ചൊവ്വാപ്രീതി വരുത്തുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം മറ്റൊരു ഗതിയിലേക്ക് എത്തിച്ചേരും. വൃശ്ചികം, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ശിവയോഗം പ്രദാനം ചെയ്യുന്നത്. ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് എപ്പോഴും ദൃശ്യമാകുന്നതായിരിക്കും. സന്തോഷകരമായ പലവിധ മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകും. മനോഹരമായ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവർക്കൊപ്പം ചിലവഴിക്കുവാനായി സാധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂലമായ സമയമാണ്. പ്രണയബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുടെ കാര്യത്തിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയവും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ തന്നെ ജീവിതം വളരെയധികം മനോഹരമായി മാറുന്നതാണ്. മനോഹരമായ പലവിധ മാറ്റങ്ങളും നിങ്ങളെ തേടി എത്തുന്ന സമയം കൂടിയാണ്. ഇവിടെ ശിവഭഗവാനെ പ്രീതനാക്കാനായി നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വാപ്രീതി, അതായത് ഇവിടെ ചൊവ്വാപ്രീതിയും ഭഗവാൻ മഹാദേവൻ്റെ പ്രീതിയും നിങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വളരെ നേട്ടങ്ങൾ ഇരട്ടിയാക്കി നിങ്ങളിലേക്ക് എത്തിക്കും. കുംഭം, അവിട്ടം, ചതയം, പോരുരുട്ടാതി നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി അനുകൂല സമയമാണ് ശിവയോഗം പ്രദാനം ചെയ്യുന്നത്. നഷ്ടപ്പെട്ട ധനമൊക്കെ തിരികെ ലഭിക്കുവാൻ ഭാഗ്യം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും തിരികെ ലഭിക്കുന്നതാണ്. ബന്ധുക്കളുടെ പൂർണ്ണ പിന്തുണ ഏത് കാര്യത്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്. സന്തോഷം, സമാധാനം ഇതൊക്കെ നിങ്ങൾ എവിടെ വസിക്കുന്നു അവിടെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. വരുമാനത്തിൻ്റെ കാര്യത്തിലും ഇരട്ടി നേട്ടവും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ്. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം കൃത്യത പുലർത്താൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വരുമാനം ഇരട്ടിയാവുന്നതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനി നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും ഒരു 7 ദിനങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ഈ തുടർന്നും ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായി ചൊവ്വാപ്രീതി വരുത്തേണ്ടതും അത്യാവശ്യം, മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ശിവയോഗം പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആ വഴിപാടുകൾ നിങ്ങൾ നടത്തുക. ചൊവ്വാഴ്ച ദിവസം വ്രതമെടുക്കുക. അതേപോലെ മഹാദേവനെ പ്രീതനാക്കാൻ തിങ്കളാഴ്ച വ്രതമെടുക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ശിവയോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്.